കണ്ണൂർ അടയ്ക്കാത്തോട് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവയെ കണ്ടെത്തിയിരിക്കുന്നു. സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിലാണ് കടുവയുള്ളത്. കടുവ അവശനെന്നാണ് നിഗമനം. ഫെലിക്സ് വിവരങ്ങളുമായുണ്ട്. ഫെലിക്സ്, ഇപ്പോഴും കടുവ ഈ കൃഷിയിടത്തിൽ അവിടെ തന്നെ തുടരുകയാണോ? എപ്പോഴാണ് കടുവയെ കണ്ടെത്തിയത്? ഇത് ഏത് മേഖലയിലാണ് ഇപ്പോൾ കടുവയുള്ളത്? ഇന്നലെ കടുവയെ കണ്ട സ്ഥലത്തിന് തൊട്ടടുത്തായിട്ടുള്ള മറ്റൊരു കൃഷിയിടത്തിലായാണ് ഇപ്പോൾ കടുവയെ കണ്ടെത്തിയിട്ടുള്ളത്. ഇന്നലെ കടുവയുടെ ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. ഇന്ന് ഏതായാലും വനംവകുപ്പ് നടത്തുന്ന പരിശോധനയ്ക്കിടയിലാണ് ഈ കൃഷിയിടത്തിൽ, ഒരു സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ ഇന്നലെ കണ്ട സ്ഥലത്തു നിന്നും ഏതാനും മീറ്ററുകൾ മാത്രം അകലെ ഇപ്പോൾ കടുവയെ കണ്ടെത്തിയിട്ടുള്ളത്. കടുവ അവശനാണ് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. കാരണം ഇന്നലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു വീട്ടിലെ പട്ടിയെ കടുവ കൊണ്ടുപോയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായത് ആരോഗ്യവാനായ കടുവയാണെങ്കിൽ വേട്ടയാടി തിന്നാനുള്ള ശേഷി അതിനുണ്ടാകും. പക്ഷേ അത്തരത്തിലുള്ള ആരോഗ്യം ഇതിനുണ്ടാകാൻ സാധ്യതയില്ല എന്നതാണ് വനംവകുപ്പ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം മയക്കുവെടി വെച്ച് പിടികൂടുക എന്നതായിരുന്നു ആദ്യം കരുതിയിരുന്നത്. പക്ഷേ മയക്കുവെടി സംഘം, ഈ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഈ വയനാട്ടിലില്ല. അവർ എറണാകുളത്ത് പാലക്കാടുമായാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്നും ഈ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം ഇവിടെ എത്തിയാൽ മാത്രമായിരിക്കും ഒന്നുകിൽ മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയുക, അല്ലെങ്കിൽ വലയോ മറ്റോ ഉപയോഗിച്ച് കടുവയെ പിടികൂടേണ്ടി വരും. ഏതായാലും കൃഷിയിടത്തിൽ നടക്കാൻ ഇപ്പോൾ കടുവയുണ്ട്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചുറ്റും നിലയുറപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ സ്ഥലങ്ങളിലേക്ക് കടുവ നീങ്ങുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിന് കടുവയ്ക്ക് ചുറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷേ പിടികൂടാനുള്ള നീക്കം അത് ഏത് രീതിയിൽ വേണം എന്നത് ആലോചിച്ച് മാത്രമേ ഇപ്പോൾ തീരുമാനിക്കാൻ കഴിയൂ. അതിന് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിയുണ്ട്. വീട്ടുമുറ്റത്ത് കൂടി പട്ടാപ്പകൽ കടുവ നടന്നു പോകുന്ന ഒരു സ്ഥിതിവിശേഷം ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ രീതിയിലുള്ള സാന്നിധ്യമുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയാണ് നിലവിൽ ഇപ്പോൾ ഫെലിക്സ് സൂചിപ്പിക്കുന്ന അനുസരിച്ച് കടുവയുണ്ട്. കടുവയ്ക്ക് ചുറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമുണ്ട്. പക്ഷേ ഈ പറയും പോലെ ജനവാസ മേഖലയിൽ തന്നെയാണല്ലോ ഇപ്പോഴും കടുവയുള്ളത്. അപ്പോൾ ഇനിയും ഒരു തീരുമാനമായിട്ടില്ല, എന്തു ചെയ്യണം എന്നതിൽ ഇനിയും ഒരു തീരുമാനമായിട്ടില്ല. ഈ ഒരു അവ്യക്തത എപ്പോൾ എങ്ങനെ നീങ്ങും? എന്തായിരിക്കും ഒരു അടുത്ത നടപടി വനംവകുപ്പിന്റേത്? കടുവയുടെ ആരോഗ്യം പരിശോധിക്കുമ്പോൾ കടുവ അവശനാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ വനംവകുപ്പ് വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഈ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം കണ്ണൂരിന് അടുത്തുള്ള സ്ഥലങ്ങളിൽ ഇപ്പോൾ ലഭ്യമല്ല എന്നതാണ്. അവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എറണാകുളത്തും പാലക്കാടുമായാണ് ഉള്ളത്. പിന്നെ അവിടുന്ന് എത്തേണ്ടതുണ്ട്. അത് ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്തുമെന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അങ്ങനെ ഇന്ന് പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ജനവാസ മേഖലയിൽ തന്നെ ഈ കടുവ തുടരുന്നു എന്നതാണ്. ഇന്നലെ കണ്ട സ്ഥലത്തിന് സമീപത്ത് തന്നെ ഇന്നും കടുവ നിലയുറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ പിടികൂടാൻ വൈകുന്നത് അത് ജനങ്ങൾക്കിടയിൽ വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ മയക്കുവെടി വെച്ചല്ലെങ്കിൽ അവശനായ കടുവയാണെങ്കിൽ ഈ വലയോ മറ്റോ ഉപയോഗിച്ചോ പിടികൂടാനുള്ള സാധ്യത ഇപ്പോൾ വനം വകുപ്പ് ആലോചിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം അക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നുമുണ്ട്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നത് വളരെ പ്രധാനമായ ഒന്നാണ്. കാരണം ആരോഗ്യമുള്ള അല്ലെങ്കിൽ ഇന്നലെ കണ്ട സ്ഥലത്ത് നിന്നും എത്ര ദൂരെയായിട്ടാണ് ഇപ്പോൾ കടുവയുള്ളത്? അധികം ദൂരമൊന്നും തീർത്തും അങ്ങനെ കടുവയ്ക്ക് സഞ്ചരിക്കാൻ പറ്റുന്ന ഒരു ആരോഗ്യം പോലും ഇല്ലേ? ഇന്നലെ കണ്ട സ്ഥലത്ത് നിന്നും 1 കിലോമീറ്ററിനുള്ളിൽ തന്നെയാണ് ഇപ്പോൾ കടുവയുള്ളത്. അതായത് ഇന്നലെ പല സ്ഥലങ്ങളിലായി ഇന്നലെ കടുവയെ കണ്ടിരുന്നു. ആ പ്രദേശത്ത് ഏറ്റവും ഒടുവിലായി കടുവയെ കണ്ട സ്ഥലത്ത് നിന്നും ഏതാണ്ട് 1 കിലോമീറ്റർ മാത്രം ഉള്ളിലാണ് ഇപ്പോൾ ഇന്ന് അല്പം മുമ്പ് കടുവയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. അതുകൊണ്ട് വളരെ ദൂരം കടുവ സഞ്ചരിക്കുന്നില്ല എന്നത് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇതിനപ്പുറത്തേക്ക് ആറളം വന്യജീവി സങ്കേതമുണ്ട്. പക്ഷെ വന്യജീവി സങ്കേതത്തിനുള്ളിലേക്ക് ഈ കടുവ പോകുന്നില്ല. കടുവ ജനവാസ മേഖലയിൽ തന്നെ നിലയുറപ്പിക്കുന്നത് കൊണ്ടാണ് വനംവകുപ്പ് ഈ കടുവയാകാൻ സാധ്യതയില്ല എന്ന വിലയിരുത്തൽ ഉള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ പ്രദേശത്തെ വീടുകളിലെ വളർത്തു നായ്കളെ കടുവ പിടികൂടിയിരുന്നു. അപ്പോൾ മറ്റ് ഇരകളെ പിടികൂടാനുള്ള ശേഷി, ആരോഗ്യം കടുവയ്ക്കില്ലാത്തത് കൊണ്ടാണ് ഈ ജനവാസ മേഖലയിൽ ഇറങ്ങി ഈ പറയുന്ന വളർത്തുമൃഗങ്ങളെ പിടികൂടുന്നത് എന്നതാണ് വനംവകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ പ്രദേശത്ത് ഒരു കൂടും സ്ഥാപിച്ചിരുന്നു. കൂട്ടിൽ ഒരു ആടിനെയും വെച്ചിരുന്നു. പക്ഷേ കടുവ ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല. മറ്റൊരു സ്ഥലത്തായാണ്, അത് ജനവാസ മേഖലയാണ്, കൃഷിസ്ഥലമാണ്. ആ പ്രദേശത്ത് ആണിപ്പോൾ കടുവ നിലയുറപ്പിച്ചിട്ടുള്ളത്. പേരാവൂർ MLA സണ്ണി ജോസഫ് അടക്കമുള്ളവർ സ്ഥലത്തുണ്ട്. പക്ഷെ എങ്ങനെ ഇതിനെ പിടികൂടണം എന്നത് സംബന്ധിച്ചൊരു വ്യക്തത ഇപ്പോഴില്ല. ഒന്നാമത്തെ പ്രതിസന്ധി മയക്കുവെടി വെക്കാനുള്ള ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം വയനാട്ടിലോ കണ്ണൂരിനോട് ചുറ്റുള്ള മറ്റു ജില്ലകളിലോ ഇപ്പോൾ നിലവിൽ ലഭ്യമല്ല എന്നതാണ്. അപ്പോൾ മറ്റു മാർഗങ്ങൾ തേടേണ്ടി വരും. പിടികൂടാൻ വൈകുകയാണെങ്കിൽ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. കാരണം രാത്രി
ഇത് വീടുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്, വളർത്തുമേഖല പിടികൂടാൻ എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അവർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥ അടയ്ക്കാത്തൊരു മേഖലയിലുള്ള സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ട് എത്രയും വേഗം ഈ കടുവ ഇപ്പോൾ കൃഷിയിടത്തിൽ തന്നെ കടുവയെ കണ്ടെത്തിയിരിക്കുകയാണ്. കടുവയ്ക്ക് ചുറ്റും, അതായത് കൃഷിയിടത്തിന് ചുറ്റും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിട്ടുണ്ട്. പക്ഷേ മയക്കുവെടി വെക്കണോ, എന്ത് ചെയ്യാം എന്നതിലൊരു തീരുമാനം ഇനിയുമായിട്ടില്ല. കടുവയുടെ ആരോഗ്യം തീർത്തും മോശമാണ്, അവശ്യ നിലയിലാണ് കടുവ എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ ഒരു പ്രാഥമിക ഘട്ടത്തിൽ മനസ്സിലാകുന്നത്.